നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. BJP കൂടുതൽ സ്ഥലങ്ങൾ അക്കൗണ്ട് തുറക്കും എന്ന് ഉറപ്പായതോടെ ആകെ വിരളി പൂണ്ട് നടക്കുകയാണ് പിണറായി സർക്കാരും അവരുടെ കിങ്കരന്മാരും. BJPക്കെതിരെ ഇല്ലാ വചനങ്ങൾ പടച്ചുവിടുന്നവർ ഒന്ന് കരുതിയിരിക്കുക. പാർട്ടി തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ നിങ്ങളൊന്നും താങ്ങില്ല, അതാണ് സത്യം. പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ച ചില മഹാന്മാരെ കുറിച്ചാണ്. സുരേഷ് ഗോപിയോട് ഇന്നും ഇന്നലെയുമല്ല ഇരു മുന്നണികൾക്കും ചൊറിച്ചിൽ തുടങ്ങിയത്. തൃശൂർ വിടാതെ അദ്ദേഹം പിടിച്ചെടുത്ത മുതലാണ് ഈ കണ്ണുകടി തുടങ്ങിയത്. എന്തിലുള്ള കണ്ണുകടിയെന്ന് ചോദിച്ചാൽ BJP കേരളത്തിൽ ഇനിയും അക്കൗണ്ട് തുറക്കുമോ എന്നോർത്തുള്ള കണ്ണുകടി. അത്തരക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ എന്തു കരുതിയിട്ടും കാര്യമില്ല മക്കളെ, BJP കൂടുതൽ സ്ഥലങ്ങൾ അക്കൗണ്ട് തുറക്കുക തന്നെ ചെയ്യും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് എന്ന കാര്യം പോലും പരിഗണിക്കാതെയാണ് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. എന്തെങ്കിലും വിവാദമുണ്ടായാൽ ഉടനെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിത്തിരിക്കും. ഇപ്പോൾ ഇതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം ഉപയോഗിച്ച് KSRTC ഉദ്യോഗസ്ഥൻ മതവിദ്വേഷ പ്രചാരണം നടത്തുകയാണ്. കൊല്ലം ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിലിനെതിരെയാണ് പരാതി. എന്തായാലും സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കോർപ്പറേറ്റ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത്. ഇതിനെതിരെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ലോക്സഭാ സ്പീക്കർക്കും ഗവർണർക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകി. ഈസ്റ്റർ ദിനത്തിൽ സുരേഷ് ഗോപി പള്ളിയിൽ പോയതും ബിഷപ്പിനെ കണ്ടതുമൊന്നും ഇക്കൂട്ടർക്ക് സഹിക്കുന്നില്ല. അതിന്റെ പേരിലാണ് വിദ്വേഷം എന്ന തൊപ്പിയും എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇതുമാത്രമല്ല, സമരം ചെയ്യുന്ന ആശമാർക്ക് പരിഹാരമുണ്ടാക്കാനായി കേന്ദ്രമന്ത്രി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇവിടുത്തെ ഏമാമാർക്ക് അത്രയ്ക്കങ്ങ് ബോധിച്ചില്ല. പിന്നെ അങ്ങ് അശ്ലീലം പറയലായിരുന്നു. അതാണ് സംസ്ഥാനം ഭരിക്കുന്ന ഏമാമാരുടെ അവസ്ഥ. പ്രശ്നപരിഹാരത്തിനായി എത്തിയ കേന്ദ്രമന്ത്രി ഉമ്മ തന്നോ എന്ന് ചോദിക്കുന്ന നേതാക്കളുടെ വിവരം പൊതുജനത്തിന് മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ആ സ്ഥിതിക്ക് ഈ നേതാക്കളെ മനസ്സിലാക്കുന്ന പൊതുജനം കഴുതയല്ല. അതായത് ഇനിയൊരു തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇതെല്ലാം ഉള്ളിൽ വെച്ചായിരിക്കും ഇനിയുള്ള ജനങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തൽ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.